ഭഗവത്ഗീത അർജുന വിഷാദ യോഗം 6-ാമത്തെ ഭാഗമാണ് വായിക്കുന്നത്. ശംഖുകളും പെരുമ്പറകളും പലതരം വാദ്യങ്ങളും പെട്ടെന്ന് തന്നെ മുഴക്കപ്പെട്ടു. ആ ശബ്ദം ദിക്കെങ്ങും നിറഞ്ഞു. അതിനുശേഷം വെളുത്ത കുതിരയെ പൂട്ടിയ വലിയ തേരിൽ ഇരുന്നു കൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യശംഖങ്ങൾ മുഴക്കി. കൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തമെന്ന ശംഖും മുഴക്കി. ഉഗ്രകർമ്മങ്ങൾ ചെയ്യുന്നവനായ ഭീമസേനൻ പ്രൗഢമെന്ന മഹാശംഖും മുഴക്കി. രാജാവും കുന്തിപുത്രനുമായ യുധിഷ്ഠിരൻ അനന്തവിജയവും നകുലൻ സുഘോഷത്തെയും സഹദേവൻ മണിപുഷ്പകത്തെയും മുഴക്കി. ഹേ രാജാവേ, വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാടനും തോൽക്കാത്ത സാത്യകിയും പാഞ്ചാലനും കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അർജുനൻ പറഞ്ഞു, അച്യുത, രണ്ടു സേനയ്ക്കും നടുവിൽ എൻ്റെ തേർ നിർത്തുക. പോരാടാൻ കൊതിച്ചു നിൽക്കുന്ന ഇവരെ ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ. എനിക്ക് ആരോടാണോ ഈ യുദ്ധത്തിൽ പോരാടേണ്ടത്, ദുർബുദ്ധിയായ ദുര്യോധനു പോരിൽ പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായി ആരൊക്കെയാണോ ഇവിടെ വന്നിരിക്കുന്നവർ, യുദ്ധാഭിലാഷികളായ അവരെ ഞാൻ കാണട്ടെ. സഞ്ജയൻ പറഞ്ഞു, ഭരതവംശജനായ രാജാവേ, അർജുനനാൽ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഉത്തമയായ രഥത്തെ രണ്ടു സൈന്യത്തിൻ്റെയും നടുവിൽ നിർത്തി. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ എല്ലാ ഭൂപാലകരും നിൽക്കെ അർജുന കൂട്ടം ചേർന്നു നിൽക്കുന്ന ഈ കൗരവരെ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ രണ്ടു സൈന്യങ്ങളിലായി നിൽക്കുന്ന പിതാക്കന്മാരെയും പിന്നെ പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും പുത്രന്മാരെയും അതുപോലെ കൂട്ടുകാരെയും ശൂരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു. ആ കുന്തിപുത്രൻ ബന്ധുക്കളെയെല്ലാം നന്നായി നോക്കിക്കണ്ട് അത്യന്തം കൃപയോടെ വിഷാദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സ്വജ്ജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരമാസകലം തളരുന്നു, വായ് വരളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചവും ഉണ്ടാകുന്നു. ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതുന്നു. ദേഹം ചുട്ടുനീറുകയും ചെയ്യുന്നു. നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മനസ്സ് സംഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു. പല ദുർനിമിത്തങ്ങളും കാണുന്നു. യുദ്ധത്തിൽ സ്വജനത്തെ കൊന്നിട്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. കൃഷ്ണ, വിജയവും രാജ്യവും സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ, നമുക്ക് രാജ്യം കൊണ്ടു എന്തു കാര്യം? ഭോഗങ്ങളെ കൊണ്ടോ ജീവിതം കൊണ്ടു തന്നെയോ എന്തു ഫലം? ആർക്കു വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിച്ചത്, ആ ആചാര്യന്മാരും പിതാക്കളും പുത്രന്മാരും അതുപോലെ മുത്തച്ഛന്മാരും അമ്മാവന്മാരും ശൂരന്മാരും പൗത്രന്മാരും അളിയന്മാരും അതുപോലെ ബന്ധുക്കളും പ്രാണനും ധനവും ഉപേക്ഷിച്ചു യുദ്ധക്കളത്തിൽ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നു. മധുസൂദന, എന്നെ കൊന്നാൽ പോലും 3 ലോകത്തിൻ്റെയും ആധിപത്യത്തിനു വേണ്ടി പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി? ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്തു സന്തോഷമുണ്ടാകാനാണ്? ആദതായികളായ ഇവരെ കൊന്നാൽ പാപം മാത്രമാണ് നമുക്ക് ഫലം. അതുകൊണ്ട് നമ്മൾ സ്വന്തം ബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലാൻ പാടില്ലാത്തതാണ്. മാധവ, സ്വജനങ്ങളെ കൊന്നിട്ട് നാം എങ്ങനെ സുഖികളായി തീരും? ജനാർദ്ദന, അത്യാഗ്രഹം കൊണ്ട് ബുദ്ധികെട്ട ഇവർ കുലനാശം കൊണ്ടുള്ള ദോഷവും മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലുള്ള പാപവും കാണുന്നില്ലെങ്കിലും കുലക്ഷയം കൊണ്ടുള്ള ദോഷം കാണുന്ന നമ്മൾ ഈ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? കുലം നശിക്കുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ മുഴുവൻ അധർമ്മം ബാധിക്കുന്നു. വൃഷ്ണിവംശജനായ കൃഷ്ണ, അധർമ്മം ബാധിക്കുമ്പോൾ കുലസ്ത്രീകൾ ദുഷിക്കുന്നു. സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുന്നു. വർണ്ണസങ്കരം കുലനാശകന്മാർക്കും കുലത്തിനും നരകത്തിനായി തന്നെ തീരുന്നു. ഇവരുടെ പിതൃക്കൾ പിണ്ഡദാനവും ഉദകക്രിയയും ലഭിക്കാതെ നിലം പതിച്ചു പോകുന്നു. കുലഘാതകന്മാരുടെ വർണ്ണസങ്കരം ഉളവാക്കുന്ന ഈ ദോഷങ്ങളാൽ ശാശ്വതങ്ങളായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകുന്നു. ജനാർദ്ദന, കുലധർമ്മം ക്ഷയിച്ചുപോയ മനുഷ്യരുടെ വാസം
എന്നെന്നും നരകത്തിലാണ് എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അഹോ കഷ്ടം! വലിയ പാപം ചെയ്യാൻ നാം ഒരുങ്ങിയിരിക്കുന്നു. രാജ്യലാഭത്തിലും സുഖത്തിലുമുള്ള അത്യാഗ്രഹം കൊണ്ടു സ്വജനങ്ങളെ കൊല്ലാൻ നാം ഒരുങ്ങിയല്ലോ. എതിർക്കാതെയും ആയുധമെടുക്കാതെയും ഇരിക്കുന്ന എന്നെ ആയുധമേന്തിയ ധൃതരാഷ്ട്രപുത്രന്മാർ പോരിൽ കൊല്ലുമെങ്കിൽ അതെനിക്ക് കൂടുതൽ ക്ഷേമകരമായിരിക്കും. സഞ്ജയൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ യുദ്ധക്കളത്തിൽ അമ്പും വില്ലും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ ശോകാകുലചിത്തനായി ഇരുന്നു.